ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ഓഫ് റോഡ് കാണിക്കാനാണ്. എവിടെയാണെന്ന് വെച്ചാൽ കരടിപ്പാറയിലാട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ബാ ഗൈസ്, നമുക്ക് പോവാം. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങി. ലിനോ ചാച്ചി പറഞ്ഞത് അവിടെ കട്ട് ഓഫ് റോഡാണ്. കാരണം ലിനോ ചാച്ചി നേരത്തെ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവന്മാരും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ കേഴയാടുണ്ടെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, കാരണം ഞാൻ പോയിട്ടില്ലല്ലോ. എപ്പോൾ ചെന്നാലും അതിനെ അവിടെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അവിടെ വരെ എത്തി. ജീപ്പിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മോളോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ ക്യാമറാമാൻ അഭിയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് റോഡ് പണിയാണ്. പകുതി ഓഫ് റോഡ് അങ്ങനെയും പോയി. പണ്ടൊന്നും ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു, ഫുൾ വഴി ഓഫ് റോഡായിരുന്നു. പിന്നെ റോഡ് പണിയൊക്കെ തുടങ്ങിയത് ഞങ്ങളിപ്പോഴാണ് അറിയുന്നത്. എന്താണെങ്കിലും ഇറങ്ങിയതല്ലേ, അവിടെ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ആ കേഴാടിനെ കാണാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. എന്താണെങ്കിലും ഞങ്ങൾ ഓഫ് റോഡൊക്കെ താണ്ടി കടന്നതേ ഒരു കോൺക്രീറ്റ് വഴിയിൽ ചെന്ന് ചാടി. അങ്ങനെ ഞങ്ങൾ ആ പാറയുടെ അടുത്ത്. ഈ പാറയുടെ അടിയിൽ ഒരു 5 പേർക്ക് കയറി കിടക്കാനുള്ള സ്ഥലമുണ്ട്. പിക്നിക്കിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ പാറയുടെ മണ്ടയിൽ ഒരു സൂത്രമുണ്ട്. പിന്നെ ഇത് ഇവിടെ വലിയൊരു മരമാണ് ഈ പാറയുടെ താങ്ങി നിർത്തുന്ന പോലെ തോന്നുന്നത്. നിങ്ങളെ കാണിച്ചില്ല, ദേ നോക്കിക്കേ. അപ്പോൾ ഇതൊരു കേഴമാനാണെന്നാണ് ഓർത്തത്. പിന്നെയാണ് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഗേസ് പറഞ്ഞതുപോലെ തന്നെ 2 എണ്ണം ഉണ്ട്. ഏതായാലും ചേച്ചി കേഴയാടിനെ കാണിച്ചു തരാന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ഇത് അടിമാലി മൂന്നാർ റോഡാണ്. ഇവിടെ റോഡ് പണി കാരണം നല്ല തിരക്കും ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ ഒരു അടിപൊളി വീട് കണ്ടു. കാണാൻ നല്ല രസമുണ്ട്. ആ പോകുന്ന വഴിയൊക്കെ എന്ത് സെറ്റപ്പാണെന്നറിയാമോ, പക്ഷെ കൂട്ടിയിട്ടേക്കാണ്. എന്നാലും ഞങ്ങൾ ഗേറ്റിൻ്റെ അകത്ത് കൂടെ കാണിച്ചു തരാം. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വീട്, ഒരു പഴയ കാലത്തെ വീട് പോലെയുണ്ട്. പക്ഷെ കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ ഒരു സൺസെറ്റ് ഉണ്ട്. മരമൊന്നും നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത് ക്ലിയർ ആയിട്ട് കാണത്തില്ല. മരമൊന്നും ഇല്ലായിരുന്നു ഈ സൺറൈസ് അടിപൊളിയായിട്ട് കാണാൻ. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിക്കകത്ത് കയറി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുഞ്ഞ് ടയറിൻ്റെ മുകളിൽ കയറി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് സുമതി വളവ് പോലെ ഒരു വളവ്. എന്താണെങ്കിലും കൊടും വളവ് തന്നെയാണ് കേട്ടോ. എസ് പോലെയാണ് ഈ വളവ് ഇരിക്കുന്നത്. ഇത് തോക്കുപാറയിൽ നിന്ന് കരടിപ്പാറ പോകുന്ന വഴിയാണ് കേട്ടോ. ഓഫ് റോഡ് ജീപ്പുകാരൊക്കെ ഈ വഴിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് പറ്റില്ലല്ലോ, വഴിപണിയാകുമ്പോൾ അവർ വേറെ വഴി തിരിഞ്ഞെടുക്കേണ്ടതായി വരും. കുറച്ചേ ഉള്ളെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ഓഫ് റോഡ് ഫീല് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തെത്താറായി. ദേ പാലം കടന്ന് കയറി പോവാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.